ഹലോ ഗൈസ് മൊബൈൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പിക്സാർട്ടും രണ്ട് സ്നാപ്സീഡും. അപ്പോൾ നമുക്ക് ആദ്യം പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, ഒന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ സ്കിപ്പ് ബട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാം ഫോട്ടോ എഡിറ്റ് വീഡിയോ, അതുപോലെ കുറേ ഓപ്ഷനുകൾ നമുക്ക് കാണാം. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെർമിഷൻ ചോദിക്കും, അത് നമുക്ക് അലോ ചെയ്യാം. അലോ ചെയ്ത ഉടൻ തന്നെ നമ്മൾ പോകുന്നത് ഫോട്ടോകളുടെ സെക്ഷനിലാണ്. അതിൽ നിന്ന് നമുക്ക് ഏതാണോ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ അത് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതെല്ലാം ഞാൻ പിക്സാർട്ടും സ്നാപ്സീഡും ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സ്നാപ്സീഡാണ്. നമുക്കപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻ്റർഫേസോ ഒന്നും നൽകിയിട്ടില്ല, ഒരു പ്ലസ് ബട്ടൺ മാത്രമേ ഉള്ളൂ. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പെർമിഷൻ ചോദിക്കും, അത് നമുക്ക് അലോ ചെയ്യാം. അപ്പോൾ അലോ ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫോട്ടോകളുടെ സെക്ഷനിലാണ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാണുന്ന 3 വരകളിൽ തൊട്ട് നമുക്ക് ഗാലറിയിൽ പോയി അവിടെ നിന്നും ഫോട്ടോ സ്നാപ്സീഡിൽ ഇൻപുട്ട് ചെയ്ത് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സ്നാപ്സീഡിലേക്ക് ഇൻപുട്ട് ചെയ്യുകയാണ്. ഫോട്ടോയുടെ താഴെ കാണുന്ന ധാരാളം എഡിറ്റ് ചെയ്ത ഫോട്ടോസുകൾ അത് കമ്പനി നമുക്ക് നൽകുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന ടൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ധാരാളം ടൂൾസുകൾ നമുക്കിവിടെ കാണാം. അങ്ങനെയും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൽ ധാരാളം ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് സേവ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് കാണുന്ന എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ ബട്ടണും സേവ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സേവ് ചെയ്യാവുന്നതാണ്.